അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് UFO, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നറിയപ്പെടുന്നവ എന്താണെന്നുള്ളതാണ്. ഭൂമിയുടെ പല ഭാഗത്തും പല ആളുകളും പലപ്പോഴായിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആകാശത്തൂടെ പറന്നു നടക്കുന്ന ചില ഒബ്ജക്ട്സുകളെയാണ് ഈ UFO എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഇത് കണ്ട ശേഷം പെട്ടെന്ന് മാഞ്ഞു പോയി, ഒരു 10 നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് മാഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമല്ലാത്ത രീതിയിലുള്ള ഈ ഹെലികോപ്റ്റർ, വിമാനം പോലെയുള്ള ഒബ്ജക്ട്സ് അല്ല, അതിന് പകരം ഡ്രോണുകളൊന്നുമല്ല, അതിന് പകരം ഫ്ലൈയിങ് പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സംഭവങ്ങളൊന്നും ഇല്ലാതെ ചില ഗോളാകൃതിയിൽ, ചില പറക്കും തളിക എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ ചെറിയ ഒരു റോഡ്, ഒരു കമ്പി പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടൊക്കെ, ഒരു സിഗാർ പോലെയൊക്കെയുള്ള അവസ്ഥയിലുള്ള പല രൂപങ്ങളിൽ ആകാശത്തൂടെ പറന്ന് നടക്കുന്നുണ്ട് എന്ന് ആൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന വസ്തുക്കളെയാണ് ഈ UFO എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ഇത്തരം വിഷയങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം ഏകദേശം അമേരിക്കയിൽ 65%, 60 മുതൽ 65% ആളുകളും ഇത്തരം അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അമേരിക്കയിലെ ഏരിയ 51 എന്ന് പറയുന്ന ഒരു ഏരിയയെക്കുറിച്ചൊക്കെ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണ് UFO എന്ന് പറയുമ്പോൾ, ഇത് കണ്ടു എന്ന് പറയുമ്പോൾ ഈ സാധനം എന്താണ്, ഇത് ആരാണ് അയക്കുന്നത് എന്നുള്ള വിഷയത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിലെ 65% സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ലോകത്തിലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് രണ്ടും ഒരു പോസിബിലിറ്റീസ് ആണ് ഉള്ളതിന്. ഒന്നെങ്കിൽ ഇത് മനുഷ്യനിർമ്മിതമല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഭൂമിയിൽ തന്നെ മനുഷ്യരല്ലാത്ത ജീവികളുണ്ട്, മനുഷ്യനെ കാണാൻ സാധിക്കാത്ത, മനുഷ്യന് മറഞ്ഞു നിൽക്കുന്ന ചില ജീവികൾ, മനുഷ്യനെ പോലെ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവികൾ. അത്തരം ജീവികൾ അവർ പറക്കുന്ന, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസർച്ച് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത് എന്നവർ പറയാറുണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, ഭൂമിക്ക് പുറത്തുള്ള അന്യഗ്രഹ ജീവികൾ, ഏതെങ്കിലും ഏലിയൻസിന്റെ വാഹനങ്ങളോ അല്ലെങ്കിൽ ഏലിയൻസ് ഉപയോഗിക്കുന്ന, റിസർച്ചിനോട് ഉപയോഗിക്കുന്ന ചില മറ്റു ഉപകരണങ്ങളോ ആയിരിക്കാം ഇത് എന്ന് പറയാറുണ്ട്. അത് അവർ സർവീലൻസിന് വേണ്ടി, ഭൂമിയിൽ ആളുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാവാം എന്നും ഇവർ പറയാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി കണ്ടിരുന്നു. ആ ഡോക്യുമെൻ്ററിക്കകത്ത് പറയുന്നത്, അയാളുടെ ഒരു കൃഷിക്കാരനാണ്, അയാളുടെ വീട്ടിൽ ഒരുപാട് പശുക്കളുണ്ട്. അദ്ദേഹം പശുക്കളുടെ കരച്ചിൽ കേട്ട സമയത്ത് അദ്ദേഹം അവിടെ എത്തി നോക്കിയപ്പോൾ പശുക്കളെല്ലാം കരയുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഒരു വാഹനം അവിടെ കണ്ടു. ആ വാഹനം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹത്തിന് പശുക്കൾ കുറെ ചത്ത നിലയിൽ അദ്ദേഹം കണ്ടെത്തി. ഈ ചത്ത നിലയിൽ കണ്ടെത്തിയ പശുക്കളുടെ ആന്തരിക അവയവങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ലോകത്തിൽ പല ആളുകളും പലതരത്തിലുള്ള ഡോക്യുമെന്ററീസും ഈ UFO കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നടത്താറുണ്ട്, ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒന്നെങ്കിൽ ഏലിയൻസ് ആവാം, അല്ലെങ്കിൽ ഭൂമിക്കകത്തുള്ള മറ്റു ജീവജാലങ്ങൾ, മനുഷ്യനെ പോലെ ജീവിക്കുന്ന വേറെ ജീവികളാവാം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ സയന്റിസ്റ്റുകൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹങ്ങളിലേക്കും ഭൂമിയുടെ പുറത്തുള്ള മറ്റു നക്ഷത്ര സമൂഹങ്ങളിലേക്കൊക്കെ റേഡിയോ സിഗ്നൽസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാസ പോലെയുള്ള സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനൊക്കെ അതിനുവേണ്ടി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള സയന്റിസ്റ്റുകൾ പറയുന്ന കാര്യമാണ്, ഭൂമിക്ക് പുറത്ത് മാത്തമാറ്റിക്കൽ തിയറി അനുസരിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, ഭൂമിക്ക് പുറത്ത് ഭൂമിയിൽ സമാനമായിട്ടുള്ള, അതായത് ഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്നൊരു പ്രത്യേക ഏരിയയാണ്. അതായത് സൂര്യൻ്റെ ഒരു പ്രത്യേക അകലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂമിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് അത് ഖരാവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്. അപ്പോൾ ദ്രാവകാവസ്ഥയിൽ വെള്ളം നിൽക്കുക എന്നുള്ളതാണ് ജീവൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളൊന്ന്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭൂമിക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു നക്ഷത്ര സമൂഹത്തിൽ ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം ഉണ്ടായിരിക്കാനും ആ ഗ്രഹത്തിൽ തന്നെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് സയന്റിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിങ് പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു റിസർച്ച് നടന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിസർച്ച് പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റീഫൻ ഹോക്കിങ് പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യനെ പോലെയുള്ള ജീവജാലങ്ങൾ ഭൂമിക്ക് പുറത്തുണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതിന് കാരണമായിക്കൊണ്ട് ഇവർ പറയാറുള്ളത് 3 റീസൺസ് പറയാറുണ്ട്. ഒന്നെങ്കിൽ അവർ മനുഷ്യനെ ഭയപ്പെട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ മനുഷ്യനെ പേടിയായിരിക്കും, അവർ മനുഷ്യനേക്കാൾ ചെറിയ ഒരു ജീവജാലങ്ങളായിരിക്കാം. അപ്പോൾ മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മനുഷ്യനുമായി കൂടി ചേർന്ന് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല, പേടിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള തീവ്രവാദികളുടെയൊക്കെ ചാനലുകളെല്ലാം കണ്ടിട്ടുണ്ടാവുമാർ. അപ്പോൾ അത് കാരണം പേടിച്ചിട്ടായിരിക്കും. കാരണം ഇങ്ങനെ പച്ചക്ക് വർഗീയതയും പറഞ്ഞ് തല്ലുകൂടി നടക്കുന്ന, തെറിയും വിളിച്ച് നടക്കുന്ന മരത്തുന്ന പോയിട്ട് കമ്പനിയായിട്ട് യാതൊരു കാര്യമില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പാവങ്ങൾ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള വർഗീയത പറഞ്ഞു നടക്കുന്ന ആളുകൾ പേടിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ വരാത്തത്. അല്ലെങ്കിൽ നാളെ പരശുരാമന്റെ മഴയുണ്ടാക്കിയാൽ ഉപയോഗിച്ച മരം അവരെ നാട്ടിൽ കൂടുന്നു എന്ന് പറഞ്ഞ് അവരെ നാട്ട് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ പേടിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ
വരാത്തത് എന്ന് ഒരു വിഭാഗം സയന്റിസ്റ്റുകൾ പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത പറയുന്നത് ഒരുപക്ഷെ ഇവർക്ക് നമ്മളെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല. നമ്മൾ ആരാണോ, നമ്മളിങ്ങനെ ഭൂമിയിലൊരു ജീവികൾ ഉണ്ട് എന്ന വിഷയത്തിൽ അവർക്ക് അറിവുണ്ടാവാനുള്ള സാധ്യതയില്ല, അതുകൊണ്ടായിരിക്കാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ നമ്മളെക്കാൾ ഒരു ഹയർ ലെവലിൽ ജീവിക്കുന്ന ജീവികളായിരിക്കും, നമ്മളെക്കാൾ വലിയ ടെക്നോളജി ഉപയോഗിക്കുന്ന ജീവികളായിരിക്കും. സ്വാഭാവികമായിട്ട് അവർക്കിപ്പോൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളൊരു ഉറുമ്പിനെ കാണുന്ന പോലെ ആയിരിക്കും ഒരുപക്ഷെ അവർ നമ്മളെ കാണുന്നത്. അപ്പോൾ അവരാണ് വിചാരിക്കുമ്പോൾ ഇവരെ കുറേ മണ്ടന്മാർ തല്ലുകൂടി ചാവാണ് ചത്തോട്ടെ എന്ന രീതിയിലുള്ള ഒരു മൈൻഡിലേക്ക് ഉണ്ടാകുക. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവരതൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കൂട്ടം സയന്റിസ്റ്റ് മറ്റൊരു പോസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏരിയ 51 ബന്ധപ്പെട്ട വിഷയത്തിൽ UFO എന്ന് പറയുമ്പോൾ ചില UFO വിശ്വാസികൾ, ഞാൻ പറഞ്ഞ നേരത്തെ അമേരിക്കയിലുള്ള 65% ഒരു വലിയ കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് UFO ഇത്തരത്തിലുള്ള ഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏലിയൻസ് അവർ വന്നിട്ടാണ് അമേരിക്കക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അമേരിക്കക്ക് ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് യുദ്ധ സാമഗ്രികളൊക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നതൊക്കെ അവരാണ്. ഒരു ഇലുമിനാറ്റി വർക്ക് ചെയ്യുന്നുണ്ട് ബിഹൈൻഡിൽ. ഏലിയൻസ് ഓൾറെഡി ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്ന രീതിയിലേക്ക് വിശ്വസിക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് വിശ്വാസം കൂടി ആ ലെവലിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസർച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ നടക്കേണ്ട കാര്യമാണ്. കാരണം ഭൂമിക്ക് പുറത്തൊരു ജീവജാലങ്ങൾ ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പോലെയുള്ള കുറേ അന്ധവിശ്വാസങ്ങളും കുറേ കോൺസ്പിറസി തിയറികളെല്ലാം കൊണ്ടുവരുന്നത്. ഇത് കാരണം സംഭവിക്കുന്നത് യഥാർത്ഥ രീതിയിൽ നടക്കേണ്ട റിസർച്ചുകൾ തടയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 24 ന്യൂസ്, അതേപോലെ തന്നെ മാതൃഭൂമി ന്യൂസ്, പിന്നെ മറുനാടൻ പിന്നെ ഒരു സാധനം കൊണ്ടുവന്നാൽ അതിന് ഫേക്ക് എന്ന് ഉറപ്പിക്കാം, സംശയമൊന്നും വേണ്ട. അപ്പം 24 ന്യൂസൊക്കെ കുറച്ച് കാലമായിട്ട് ഫേക്ക് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കാരണം എനിക്കറിയില്ല ഇവർ എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫേക്ക് മാത്രം തെരഞ്ഞെടുക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അല്ല അവരുടെ എഡിറ്റർ ഏതെങ്കിലും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കയറിയിട്ടുണ്ടാവും ഈ 24 ന്യൂസിൻ്റെ. അപ്പോൾ ഇവിടെ പുതിയൊരു ഫേക്ക് ന്യൂസ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് നടന്നിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 2025 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ കൊളംബിയയിലെ ബുഗയ്ക്ക് സമീപം സിൽവർ കളർ തോന്നിക്കുന്ന ഒരു ലോഹഗോളം ആകാശത്ത് പറന്നു നടക്കുന്നത് ആളുകൾ കണ്ടു. പലരും അത് അവരുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തി. എന്നാൽ വൈകാതെ തന്നെ ഗോളം താഴേക്ക് പതിച്ചു. ഏകദേശം 4.5 പൗണ്ട് ഭാരമുള്ള ഈ ഗോളം താഴെ വീണ് കിടക്കുന്നത് കണ്ടതോടെ അത് കയ്യിലെടുക്കുന്നതിന് ശ്രമിച്ചെങ്കിലും വസ്തുവിന് അസാധാരണമായ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പല ചിഹ്നങ്ങളും പാറ്റേണുകളും കാണിക്കുന്ന കുത്തുപണികൾ ഇതിന് പുറത്തുണ്ട്. മാത്രമല്ല പുരാതന ലിപികളായ ഓഗാം, മെസപ്പെട്ടോമിയൻ എഴുത്ത് എന്നിവയോട് സാമ്യമുള്ള അടയാളങ്ങളും കാണാം. ലഭ്യമായ AI ടൂളുകൾ ഉപയോഗിച്ച് ഇതിലെ സന്ദേശം എന്തെന്ന് ഗവേഷകർ ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അത് ഭൂമിയെ സംരക്ഷിക്കാൻ മനുഷ്യരാശിക്കുള്ള ഒരു ആഹ്വാനമായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഈ വീഡിയോയിൽ 24 ന്യൂസിന്റെ വീഡിയോ ആണ്. അതിൽ പറയുന്ന കാര്യം എന്താണ്, കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഗോളാകൃതിയിൽ ഒരു മെറ്റൽ ഒരു ഒബ്ജക്റ്റ് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സാധനം കുറേ നേരം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് താഴോട്ട് വീണപ്പോൾ ഒരു ചതുപ്പ് സ്ഥലത്തേക്കാണ് വീണത്, ഒരു കാട്ടിലേക്കാണ് വീണത്. അവിടെ വെച്ചിട്ട് ഒരാൾ അതിനെടുത്തു, അതെടുത്ത് റിസർച്ച് ചെയ്യാൻ കൊണ്ടുപോയി. പക്ഷെ വളരെ തണുപ്പായിരുന്നു അതിലുണ്ടായിരുന്നു, വളരെ പ്രയാസമായിരുന്നു എടുത്തുകൊണ്ട്, തണുപ്പായിരുന്നു എന്ന രീതിയിലേക്കാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ എൻവിറോൺമെന്റ്, പ്രകൃതിയെ സംരക്ഷിക്കണം, മനുഷ്യരെ നിങ്ങൾ നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യർക്കുള്ള ഉപദേശങ്ങളൊക്കെയാണ് അതിനകത്തുള്ളതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം UFOനെ കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവർ റേഡിയോ സിഗ്നൽസ് അയച്ചുകൊണ്ടൊക്കെയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള അന്ധവിശ്വാസങ്ങൾ, ഈ കോൺസ്പിറസി തിയറിയൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള ഉടായ്പകൾ എന്ന് പറയുകയാണെങ്കിൽ. പക്ക ഉടായ്പ, ഒരു സംശയം വേണ്ട, പക്ക ഉടായ്പ എന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പാണിത്. ഇതിന് കാരണം നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കുക കാണാൻ സാധിക്കും. ആ ബോൾ ഫസ്റ്റ് കാണിക്കും വലിയൊരു സൈസിലാണ് ബോൾ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോൾ താഴോട്ട് വീണ ശേഷം പിന്നെ ബോൾ ചെറുതായി മാറി ഫുട്ബോളിന്റെ സൈസ് മാത്രമായിട്ട് മാറി കാണാൻ സാധിക്കും. പിന്നെ ഇവർ ഈ 24 ന്യൂസ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ഉപയോഗിച്ചിട്ട് ഇതിൽ ഒരു മനുഷ്യനിർമ്മിതമായ സംഭവം പോലില്ല, വെൽഡിംഗ് പാടുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. വെൽഡിംഗ് പാടൊന്നും ഇല്ലാതെ മൗഴിതിട്ട് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് വെൽഡിംഗ് പാടേ വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ബോൾ ഉണ്ടാക്കാനായിട്ട് വെൽഡിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും മനുഷ്യർക്കില്ല. ടെക്നോളജി ഡെവലപ്പായി. ഈ വെൽഡിംഗ് പാടിന്റെ കാര്യം മാത്രം നോക്കിയിട്ടൊന്നും അത് നിർമ്മിതമല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോൾ വെൽഡിംഗ് പാടില്ലാതെ മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ബോളിന്റെ അവർ പറയുന്ന മറ്റൊരു കാര്യം, അതിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് അതിനകത്തുള്ള സംഭവങ്ങൾ മൊത്തം മനുഷ്യൻ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലേ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ അതിന്റെ പുറത്തുള്ള എൻഗ്രേവിംഗ് ശ്രദ്ധിച്ച് നോക്കുക, ആ എഴുത്തുകൾ നോക്കുക. നിങ്ങൾ ആ എഴുത്തിന്റെ അവസ്ഥ എന്താണ്? എൻഗ്രേവിംഗ് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാത്ത ആരോ ഉണ്ടാക്കിയ സാധനം ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടും ലേസർ ബീം ഉപയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. ഞാൻ ചെയ്ത് കാണിച്ചിട്ടാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട്
എൻഗ്രേവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഏതൊരു ലേസർ കമ്പനി കൊണ്ടുപോയിട്ട് മെറ്റൽ ഷീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് എൻഗ്രേവ് ചെയ്യാൻ പറഞ്ഞു, ഇതിനേക്കാൾ ബെറ്റർ എൻഗ്രേവിംഗ് നിങ്ങൾക്ക് കിട്ടും, ഇതിനേക്കാൾ ബെറ്റർ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വുഡിലായാലും ശരി മെറ്റലായാലും ശരി നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ എൻഗ്രേവിംഗ് അവർ ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പോലെ ഉള്ള ഒരു അവസ്ഥ, ഒരു എൻഗ്രേവിംഗ് പോലും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിന്റെ സൈസിനെ കുറിച്ച് അവർ പറയുന്നത് പന്ത് ഈ ബോൾ കിട്ടിയ സമയത്ത് ഒരു 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് കൊണ്ടുപോയ ശേഷം 10 കിലോ ആയിട്ട് മാറി. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് അത് 2 കിലോ പറയുന്നു, പിന്നെ 10 കിലോ ആയി എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരു കൺഫർമേഷൻ ഇല്ല. ആദ്യം അങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തം എഴുതിയ വാക്കുകളാണ്. മനുഷ്യന്മാരോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പ്രേമമാണ് അവർക്ക് ഏലിയൻസിന്. അതുകൊണ്ട് ഏലിയൻസ് മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ പ്രകൃതി നശിപ്പിക്കലെ മക്കളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇപ്പോൾ. നിങ്ങൾ ഇവർക്ക് ഏലിയൻസിനെ ഇത് പറഞ്ഞു തരാണെങ്കിൽ ഇവരെന്തിനാണ് മെസപ്പൊട്ടേമിയ ലാംഗ്വേജിൽ കൊണ്ട് എഴുതിയേക്കുന്നത്? മെസപ്പൊട്ടേമിയ ലാംഗ്വേജ് ആൻഷ്യന്റിക് ലാംഗ്വേജിൽ കൊണ്ട് എഴുതിയേക്കുന്നതിന് പകരം സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഈ കണ്ട ടെക്നോളജി മൊത്തം അറിയുന്ന ഈ ഏലിയൻസിന് എന്തേ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല? ഇംഗ്ലീഷ് വേണ്ട, ഏതെങ്കിലും ഒരു കറന്റിലുള്ള ഒരു വേൾഡിലെ എർത്തിലെ ബെസ്റ്റ് ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാലോ. അപ്പോൾ ഇത്രത്തോളം മെസപ്പൊട്ടേമിയ ലാംഗ്വേജ് തന്നെ എഴുതണമെന്നുണ്ട്. മെസപ്പൊട്ടേമിയ ലാംഗ്വേജുമായി അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജിൽ എഴുതിയിട്ട് അത് AI ആണ് അത്ര അത് ഡീകോഡ് ചെയ്തെടുത്തത്. ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ AI ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്. ഈ മണ്ടന്മാർക്ക് AI ഈ സാധനം അവർക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനുഷ്യരുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതിയ പോരെ. അവർ ചെയ്തിട്ടില്ല. ഇനി അതിനേക്കാൾ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ്. ഈ മാത്തമാറ്റിക്സിൽ എഴുതുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പറയാൻ രസമുണ്ട്. കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ലോകത്തിന്റെ യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്തും ഒന്നും കൂട്ടി 2 ആയിരിക്കും ഉത്തരം, 2 കൂട്ടി 4 ആയിരിക്കും ഉത്തരം. അത് മാറില്ല. അത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആ കുറേ ചിത്രങ്ങൾ, പിന്നെ കുറേ എഴുത്തുകൾ, ഇതൊക്കെ ഏത് മണ്ടനും ഇന്റർനെറ്റ് തപ്പിയിടനെ കിട്ടുന്ന സാധനം. ഇതെന്തിനവർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ രസം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ വെള്ളിമൂങ്ങ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, വെള്ളിമൂങ്ങ ഇരുതല പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താ? ഈ പൈസ കൂടിയ ആൾക്കാർക്ക് പൈസ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറേ മണ്ടന്മാരായ പൈസക്കാരുണ്ട്. ഈ പൈസക്കാരിന്ന് പൈസ മുക്കുള്ള പരിപാടിയാണ് ഈ ഇരുതല പാമ്പ്, പിന്നെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ വജ്രക്കല്ല്. ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ പൈസക്കാരിന്നും ബില്യണേഴ്സ് നമ്മുടെ നാട്ടിലത്തെ സാധാരണ കോടീശ്വരന്മാർ ആ ലെവലിൽ പോയി ബില്യണേഴ്സ് എന്നൊക്കെ പൈസ മുക്കുള്ള പരിപാടിയാണത്. അവർ ഫണ്ട് ഇറക്കും. കാരണം അവർ മണ്ടന്മാർ, അവർക്കിപ്പം അവരുടെ പൈസ അവർക്ക് എന്താ ചെയ്യണമെന്ന് അവർക്ക് ബോധം പോലും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെ കുറെ മണ്ടന്മാരെ കാണുമ്പോൾ അവരിത് അയച്ചു കൊടുക്കും. അവർ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് അവർ കുറച്ച് റിസർച്ച് എന്ന് പറഞ്ഞ് കുറെ നടക്കും. അവർ പൈസക്കാരായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ രാമസിംഹന്റെ ഒരു സിനിമ ഇറക്കിയ പോലത്തെ അവസ്ഥ അത്രേ ഉള്ളൂ. പിന്നെ ആൾ വീട് വെച്ചു, സിനിമ കൊളായുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ ഇതുണ്ടാകാൻ പോകുന്നത്. ഇതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് അത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അല്ല. ഇതൊരു ഭൗതികപരമായിട്ടുള്ള, ഞാൻ നേരത്തെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് തന്നെ അവർ ഉപയോഗിക്കുന്നത് തന്നെ ഭൗതികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥ റിസർച്ചുകൾക്ക് തടയാൻ ചെയ്യുന്ന സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ട് ഒരു തെറ്റ് പറയണത് നമ്മുടെ നാടിന് ആപത്താണ്. കാരണം എന്താ, ഇങ്ങനെയുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 24 ന്യൂസ് ആയാലും മറുനാടനെ ഒഴിവാക്കി വിടുക. കാരണം അവന്മാർ തന്നെ പരിപാടി ഇവരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഇടുക. കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം നിങ്ങൾ വലിയ ആൾക്കാർ, ഞങ്ങൾ സയൻസിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ തേങ്ങയാണ് മാങ്ങയാണ് സയൻസിന്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ ഇമാതിരി മണ്ടത്തരങ്ങൾ ജനങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ പറ്റിക്കാതിരിക്കുക. നിങ്ങൾക്ക് ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ തോന്നിയവാസം അപ്ലോഡ് ചെയ്യാതിരിക്കുക. സബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് വേറെ കുറച്ച് നാസ പോലുള്ള വെബ്സൈറ്റ് കയറി സെർച്ച് ചെയ്തു. അപ്പോൾ നാസ ആയാലും ശരി, കൊളംബിയക്ക് ഒഫീഷ്യലായിട്ടൊരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒന്നുമില്ല. എന്നാലും കൊളംബിയക്ക് അണ്ടറിലുള്ള ഏതൊരു യൂണിവേഴ്സിറ്റികൾ ഇവരൊന്നും, അതായത് ഒഫീഷ്യലായിട്ടുള്ള ഒന്നിന്റെ ഭാഗത്തൊന്നും ഇതിന്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു കൺഫർമേഷൻ വരാതെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ? നിങ്ങൾ എന്തിനാണ് അതിന് ന്യൂസായി കൊടുക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താ? അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നുണയും ഈ പറഞ്ഞ അന്ധവിശ്വാസം പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ വരുമാനം ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയാണെന്ന് പറയുന്ന സെയിം സമയത്ത് തന്നെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുകയും ചെയ്യുന്നുള്ളത് തെറ്റായ കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, ഭൂമിക്ക് പുറത്ത് വേറെ ഗ്രഹത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവാണ്. അള്ളാഹുവിന് പ്രപഞ്ചത്തിൽ എവിടെയും ഏത് ഭാഗത്തും വേറെ പ്രപഞ്ചത്തിലോ എവിടെയോ അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലത്ത് അള്ളാഹുവിന് സൃഷ്ടിപ്പ് നടത്താനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അള്ളാഹു കുല്ലു ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, സൃഷ്ടാവാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഖുർആൻ പറഞ്ഞ് കാണാൻ സാധിക്കുന്നു, അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു ദാബത്തുകളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? പരത്തിയിട്ടുണ്ട്. ദാബത്ത് എന്ന് പറയുകയാണെങ്കിൽ ജീവജാലങ്ങൾ, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ദാബത്ത് എന്ന് ഖുർആൻ പ്രത്യേകം വേറെ സ്ഥലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദാബത്തിനും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, അതായത് മലക്കുകളോ ജിന്നുകളോ അല്ലാത്ത മനുഷ്യരെ പോലെയുള്ള, അല്ലെങ്കിൽ ജീവജാലങ്ങളെ പട്ടിയും പൂച്ചയും അരണ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഴജന്തുക്കൾ പാമ്പിനൊക്കെ പോലെയുള്ള ഈ മറ്റു എല്ലാ ജീവജാലങ്ങളെയും പോലെയുള്ള ഈ വെള്ളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾ അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സ്പ്രെഡ് പരത്തിയിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടൊക്കെ അള്ളാഹു പലതും സൃഷ്ടിച്ചത്. അള്ളാഹു ഖുർആൻ പറയുന്ന കാര്യം തന്നെയാണിത്. നിങ്ങൾക്ക് അറിയുന്നതിനെയും അറിയാത്തതിനും അള്ളാഹു സൃഷ്ടിച്ചു പറയുന്നുണ്ട്. അപ്പം
ഇനി ഒരുപാട് ജീവജാലങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്കതിലൊന്നും അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ദീനിപരമായിട്ട് നമുക്കിത് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത്യസ്റ്റ് പറയുന്ന കാര്യമാണ് തെളിവില്ലെങ്കിൽ ആ സാധനം ഇല്ല എന്ന് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏലിയൻസിന് തെളിവില്ലെങ്കിലും നമ്മളത് ഇല്ല എന്ന് പറയില്ല. നമ്മളെന്താ പറയുക, ഏലിയൻസിന് തെളിവില്ല എന്ന് പറയുള്ളൂ. ഏലിയൻസ് ഇല്ല നമ്മൾ പറയാൻ പാടില്ല. ഏലിയൻസ് തെളിവില്ല. ഏലിയൻസ് നാളെ തെളിവ് കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏലിയൻസ് ഉണ്ട് എന്നുള്ളത്. ഏലിയൻസ് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചോ, ഒരു ഓരത്തും കിട്ടില്ലെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ഏലിയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഏലിയൻസ് ഉള്ളതിന് തെളിവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.